Hello everyone, welcome to our channel. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ OET ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ്. അത് 3 days സ്റ്റഡി മെത്തേഡ് ഫോർ ലിസണിങ് ആൻഡ് റീഡിംഗ് മോഡ്യൂൾ. നിങ്ങളുടെ OET ലിസണിങ്ങിനും റീഡിംഗ് മോഡ്യൂളിനും വേണ്ടിയിട്ടുള്ള ഒരു 3 days സ്റ്റഡി മെത്തേഡാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് 3 days റീഡിംഗ് ചെയ്യുക, സെക്കൻഡ് 3 days ലിസണിങ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് റീഡിങ്ങോ ലിസണിങ്ങോ ഏത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് നിങ്ങൾ ആദ്യത്തെ 3 days ഏത് മോഡ്യൂൾ ആണെങ്കിലും ആ ഒരേ മോഡ്യൂൾ മാത്രം പ്രാക്ടീസ് ചെയ്യുക, അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കമ്മിങ് ദ സെക്കൻഡ് 3 days നെക്സ്റ്റ് മോഡ്യൂളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് എക്സാം ഡേയിൽ നിങ്ങളുടെ ആ ഓരോ മോഡ്യൂളിനും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ടൈം ഫ്രെയിം എത്രയാണ്, എങ്ങനെയുള്ളതാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക. നമ്മുടെ തന്നെ ചാനലിലെ ഓറിയൻറ്റേഷൻ വീഡിയോസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയാലും നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ടൈം ഫ്രെയിം എത്രയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ്, എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക. സോ കമ്മിങ് ടു ദ മെത്തേഡ്, ഫസ്റ്റ് 3 days ഫോർ എക്സാമ്പിൾ നിങ്ങൾ റീഡിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ റീഡിങ്ങിന് നമുക്ക് 3 പാർട്സ് ആണ് ഉള്ളത് അല്ലേ. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി ഉണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് 15 minutes ആണ് അല്ലേ, എക്സാം ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ പാർട്ട് എയുടെ 3 മെറ്റീരിയൽസ് നിങ്ങളുടെ സ്റ്റഡി ഹാളിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ആ പാർട്ട് എയുടെ 3 മെറ്റീരിയൽസും നിങ്ങൾ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനു മുമ്പ് നിങ്ങളുടെ പാർട്ട് എക്ക് വേണ്ടി നിങ്ങൾ 12 minutes ടൈമർ അലാം സെറ്റ് ചെയ്യുക. ആ 12 minutes ആകുമ്പോൾ നിങ്ങൾ എക്സാം സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്കറിയാം 3 minutes കൂടെ ഉണ്ട് അല്ലേ. ആ 3 minutes എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രൂഫ് ചെക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ എക്സാം ഡേയിൽ എങ്ങനെയാണ് ആ ഒരു പാർട്ട് എ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഡേയിൽ നമ്മുടെ 3 days മെത്തേഡിൽ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് പാർട്ട് എയുടെ തന്നെ 3 മെറ്റീരിയൽസ് അറ്റ് എ ടൈമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. 12 minutes ആകുമ്പോൾ നിങ്ങൾ എഴുത്തൊക്കെ നിർത്തിയിട്ട് ആ ബാക്കിയുള്ള 3 minutes നിങ്ങളുടെ ആൻസേഴ്സ് പ്രൂഫ് ചെക്കിങ് ചെയ്തിരിക്കണം. നിങ്ങൾ ഗ്രാമറ്റിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ സ്പെൽസ് എറേഴ്സ് വരുത്തിയിട്ടുണ്ടോ, എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും എറൈസ് ചെയ്യാനുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ പ്രൂഫ് ചെക്കിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ 3 minutes നിങ്ങൾ പ്രൂഫ് ചെക്കിങ് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ദെൻ നിങ്ങൾ സെക്കൻഡ് മെറ്റീരിയൽ എടുക്കുക, അതിലെയും പാർട്ട് എ മാത്രം ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൂഫ് ചെക്കിങ് കഴിഞ്ഞിട്ട് അടുത്ത തേർഡ് മെറ്റീരിയൽ എടുക്കുക. 12 minutes ടൈമർ സെറ്റ് ചെയ്തിരിക്കണം. 3 minutes പ്രൂഫ് ചെക്കിങ് ചെയ്തിട്ട് 3 മെറ്റീരിയൽസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുക. നിങ്ങൾ എത്ര സ്കോർ അതിൽ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഈ 3 പ്രാക്ടീസും കഴിയുമ്പോൾ 3 പാർട്ടേയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ കിട്ടുന്നതായിരിക്കും. എനിക്ക് ഈ 12 minutes വെരി ക്രൂഷ്യൽ ആണോ, എനിക്ക് 12 minutes എല്ലാ സ്ട്രക്ചേഴ്സും ആൻസേഴ്സും ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ, അതുപോലെ എനിക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് കുറച്ച് ടഫായിട്ട് തോന്നിയത്, ഏതാണ് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതുപോലെ നമ്മുടെ സ്കാനിങ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സോ ആ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ, അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ വായിക്കുമ്പോൾ, പെട്ടെന്ന് ആ ഒരു ആൻസേഴ്സ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ആസ്പെക്ട്സ്, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് വീക്ക്, എന്താണ് എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു നിങ്ങൾക്ക് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ഒരു 3 എണ്ണവും ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, സോ അതിനുശേഷം നിങ്ങളുടെ സ്കോർ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 3 പാർട്ടിലും വെറൈറ്റി ഓഫ് സ്കോർസ് ആയിരിക്കും അല്ലേ. ആദ്യത്തിൽ കുറവായിരിക്കും, അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ കിട്ടും, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, എങ്ങനെ അതിനെയും പ്രാക്ടീസ് ചെയ്യണം എന്നൊരു ഇവാലുവേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഒരു പാർട്ടിയെ തറവായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും.
ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് അതേ ദിവസം തന്നെ സെയിം ഡേയിൽ തന്നെ അടുത്തൊരു അവൈലബിൾ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റഡി ഹാളിൽ ഇരിക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും? അടുത്ത പാർട്ട് ബിയുടെ 3 മെറ്റീരിയൽസ് എടുക്കുക. നിങ്ങൾ ആദ്യം പാർട്ട് എ ചെയ്തിരുന്നു 3 അല്ലേ, അതിൻ്റെ തന്നെ പാർട്ട് ബി എടുക്കാം നിങ്ങൾക്ക്. അതിൻ്റെ പാർട്ട് ബിയുടെ 3 മെറ്റീരിയൽസ് എടുക്കുക. ഇതുപോലെ തന്നെ നമുക്കറിയാം പാർട്ട് ബിയും പാർട്ട് സിക്കും വേണ്ടി ടുഗെദർ ആണ് കമ്മിങ് 45 മിനിറ്റ്സ് എക്സാമിനുള്ളത് അല്ലേ. നമ്മൾ അത് രണ്ടും കൂടെയാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ ടൈം ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് ബിക്ക് വേണ്ടി ഒരു 7 to 10 മിനിറ്റ്സോ അല്ലെങ്കിൽ 6 to 8 മിനിറ്റ്സോ എന്നൊക്കെ രീതിയിൽ നിങ്ങളൊന്ന് ടൈം സെറ്റ് ചെയ്യുക. ആ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കറിയാം സ്ട്രക്ചറൊക്കെ അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനൊരു പാസേജ് തന്നിട്ടുണ്ട്, അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കണം, ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിരിക്കണം. പാർട്ട് ബിക്കും പാർട്ട് സിക്കും എപ്പോഴും നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മീനിങ് എന്താണ്, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഒപ്പീനിയൻ ആണോ അല്ലെങ്കിൽ ഒരു സജഷൻ ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ഐഡിയ ആണോ, അവിടെ ചെയ്യുന്ന ഒരു ആക്ഷനെ പറ്റിയാണോ, എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് അവിടെ തന്നിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നിങ്ങളുടെ ഒരു പാസേജ് വായിച്ച് അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ഒരു ഐഡിയ വെച്ചു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കുക. അതിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് റോങ് ആൻസേഴ്സിനെ കണ്ടുപിടിച്ച് അതിനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റ് ആൻസർ ആയിരിക്കും. സോ ആ രീതിയിൽ ബി പാർട്ട് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ സി പാർട്ടും അറ്റൻഡ് ചെയ്യുക. സോ ബിയും സിയും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ടൈമർ, നിങ്ങളുടെ മൈൻഡിൽ ഒരു ടൈം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിം നിങ്ങൾക്ക് മൈൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ആ ബിക്കും ഒരു ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് എ പാർട്ട് ചെയ്ത പോലെ തന്നെ 3 ബി പാർട്ട് ടുഗെദർ ആയിട്ട് ചെയ്തിരിക്കണം. ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അതിലൊക്കെ ഒരു പ്രൂഫ് റീഡിങ് അല്ലേ, 3 ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടോ, ഞാൻ ബബിളൊക്കെ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ, നന്നായിട്ടാണോ എന്നൊക്കെ നോക്കി ഒരു പ്രൂഫ് ചെക്കിങ് കഴിഞ്ഞ് വേണം നിങ്ങൾ ആ ഒരു 3 ബി പാർട്ടും ചെയ്തതിന് ശേഷം മാത്രം 3നും കൂടി ഒരുമിച്ച് നിങ്ങൾ ആൻസർ കീ വെച്ചിട്ട് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കോർ ഇടുക. ഓക്കെ, ദെൻ കമ്മിങ് ടു നിങ്ങൾക്ക് എത്രയാണോ ബാക്കി ടൈം ഉള്ളത് ആ ടൈമാണ് നിങ്ങളുടെ സി പാർട്ടിന് വേണ്ടി സെറ്റ് ചെയ്യുക. അവിടെയും ഒരു പ്രൂഫ് റീഡിങ്ങിനും ഒരു അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ്സ് എങ്കിലും പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി വെച്ചിട്ട്, സി പാർട്ട് കുറച്ചുകൂടെ ക്രൂഷ്യലാണ് നിങ്ങൾക്കറിയാം അല്ലേ. സോ അതിന് കുറച്ചുകൂടെ ടൈം വേണം. അതുകൊണ്ട് നമ്മൾ ബി പാർട്ടിൽ ടൈം തീരെ കുറച്ചെടുക്കുക എന്നതല്ല, നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ചിട്ട് ആൻസറിനെ ഏറ്റവും വേഗത്തിൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ സിയിലേക്ക് പോവാം. സി കുറച്ചുകൂടെ ക്രൂഷ്യലാണ്. അതും നമ്മൾ സി പാർട്ടും 3 സി പാർട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ആ ഒരു ഡേയിൽ തന്നെ. അപ്പം നമ്മൾ 3 മെറ്റീരിയൽസ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. 3 എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും 3x3 എന്ന രീതിയിൽ 3 മെറ്റീരിയൽസ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ സെൽഫ് അസസ്മെന്റിന് വേണ്ടി കുറച്ച് സമയം എടുത്തിട്ട് എന്തൊക്കെ ഞാൻ ഇംപ്രൂവ് ചെയ്യണം, എവിടെയാണ് ഞാൻ വീക്ക്, എന്താണ് എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയത് എന്നുള്ള ഒരു സെൽഫ് അസസ്മെന്റ് എടുത്ത് നിങ്ങളെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ റീഡിങ്ങിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അതേ ദിവസം നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു സിംഗിൾ ഡേയിൽ തന്നെ നിങ്ങൾ ഈ 3 മെറ്റീരിയൽസിലേക്കൂടെയും ഒന്നുകൂടി ഗോ ത്രൂ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു റീഡിംഗ് വെക്കാബുലറി ഡയറി ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റീഡിങ്ങിൽ ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിനോണിംസ് അല്ലേ. ആ സിനോണിംസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ മീനിങ്ങിനോട് സിമിലാരിറ്റി ഉള്ള ഒരു വേർഡ് നമ്മുടെ ആ ഒരു പാസേജിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് രണ്ടും തമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം സിനോണിം ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമർ അല്ലെങ്കിൽ ഗ്രാമറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഈ 3 മെറ്റീരിയൽസ് ഇപ്പം ചെയ്തു അല്ലേ ടുഗെദർ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സിനോണിംസ്, നിങ്ങൾക്ക് പുതിയ വേർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേർഡ്സിനെ അണ്ടർലൈൻ ചെയ്തിട്ട് അത് നിങ്ങൾ ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾക്കൊരു ന്യൂ വേർഡ് കിട്ടിയുള്ളെങ്കിലും അതിൻ്റെ ഒരു 2 സിമിലർ മീനിങ് വരുന്ന 2 വേർഡെങ്കിലും എഴുതി വെച്ചുകൊണ്ട് നിങ്ങളൊരു OET റീഡിങ്ങിനുള്ള വെക്കാബുലറി മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വെരി യൂസ്ഫുൾ ആയിരിക്കും, വെരി പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ഈ ഒരു മെത്തേഡിൽ തന്നെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ 3 ദിവസം ഈ റീഡിംഗ് മാത്രം ഇതേ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ റീഡിങ്ങിനെ പറ്റി ഒരു തറോ ഐഡിയ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം നെക്സ്റ്റ് 3 ഡേയ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലിസണിങ് എടുക്കുക. ലിസണിങ് എടുത്തതിനും ശേഷം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ലിസണിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസും ടൈം ഫ്രെയിമും അതിൻ്റെ സ്ട്രക്ചേഴ്സും മെത്തേഡ്സും ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റഡി ഹാളിൽ ഇരുന്നിട്ട് ലിസണിങ്ങിൻ്റെയും എ പാർട്ടിൻ്റെ 3 മെറ്റീരിയൽസ് ടുഗെദർ ചെയ്യുക. ചെയ്തതിനു ശേഷം നിങ്ങൾ സ്കോർ ഇടുക. അതുപോലെ ബി പാർട്ടും സി പാർട്ടും എല്ലാം ചെയ്യുക. അപ്പം ലിസണിങ് വരുമ്പോഴും അവിടെ കുറച്ച് ക്രൂഷ്യൽ ആണല്ലേ, നമ്മുടെ കോൺസെൻട്രേഷൻ എബിലിറ്റി, നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എത്രയുണ്ട്, നമുക്ക് അവിടുത്തെ ആക്സന്റ് മനസ്സിലാവുന്നുണ്ടോ, ഓഡിയോ ഫാസ്റ്റ് ആണോ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാവും. അവിടെയും എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് ആയിട്ടുള്ളത്, എവിടെയാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി നമ്മുടെ ലിസണിങ്ങിലാണെങ്കിലും എ പാർട്ട് എടുത്താലും ബി പാർട്ട് എടുത്താലും സി പാർട്ട് എടുത്താലും എല്ലാം അവിടെ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, അതുപോലെ സിനോണിം വരുന്നുണ്ട്, അതുപോലെ അവിടുത്തെ ഐഡിയാസ് അല്ലെ, എസ്പെഷ്യലി ബിയിലേക്കും സിയിലേക്കും ഒക്കെ വരുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവറാണോ ആരാണോ സംസാരിക്കുന്നത് അവരുടെ സ്ലാങ് അല്ലെ ആക്സെന്റ് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഗ്രാമറും അവിടെയും സിനോണിം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എ പാർട്ടും ഒക്കെ നിങ്ങൾ നന്നായിട്ട് ഇതേ രീതിയിൽ ലിസണിങ്ങിൻ്റെ എ പാർട്ട് തന്നെ ഒരു ദിവസം 3 ഒരുമിച്ച് ചെയ്തതിന് ശേഷം നിങ്ങളവിടെ സ്കോർ ഇടുക. ബി പാർട്ട് ചെയ്യുക, സി പാർട്ട് ചെയ്യുക. ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ടൈമർ സെറ്റ് ചെയ്ത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഈ 2 മോഡ്യൂളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ നിങ്ങളുടെ ഈ ഒരു 3x3 ഡേയ്സ് സ്റ്റഡി മെത്തേഡ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഈ രീതിയിലൊന്ന് എസ്പെഷ്യലി ബിഗിനേഴ്സ് ഈ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ടുഡേ ദിസ് മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ സെഷൻ.